ഹലോ എവരിവൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമ്മൾ നോക്കുന്നത് ശിലകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ റോക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂവൽക്കം ശിലകളാൽ നിർമ്മിതമാണ്. ഭൂവൽക്കം എന്താണ്? ശിലകളാൽ നിർമ്മിതമാണ്. ഒന്നോ അതിലധികമോ ധാതുക്കളുടെ മിശ്രണമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ശില എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ശിലകൾ എന്ന് പറയുമ്പോൾ ഒരു ധാതു മാത്രമാവണമെന്നില്ല, ചിലപ്പോൾ ഒന്നോ ആകാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ രണ്ടോ മൂന്നോ ധാതുക്കളൊക്കെ ചേർന്നാണ് എന്താവാം ശിലകൾ ഉണ്ടാകാം. ദൃഢതയേറിയതും മൃദുവായതും വ്യത്യസ്ത വർഗങ്ങളിലുള്ളതുമായ ശിലകളുണ്ട്. അപ്പം പല രീതിയിലുള്ള ശിലകളുണ്ട്, ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ് ഇത് ഗ്രാനൈറ്റ് ഉറപ്പ് കൂടിയ ശിലയാണ്. അപ്പോൾ ഉറപ്പ് കൂടിയ ശിലയ്ക്ക് എക്സാമ്പിൾ ആണ് ഇത് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഗാബ്രോ എന്ന് വെച്ചാൽ കൃഷ്ണശില എന്ന് പറയുന്നത് എന്താണ്? കറുത്ത നിറത്തിലുള്ള ശിലയാണ്. എന്നാൽ ക്വാർട്സൈറ്റ് എന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ള ശിലയാണ്. അപ്പോൾ പല കളറുകളിലുള്ള ശിലകളുണ്ട്, പല രീതിയിലുള്ള കാഠിന്യത്തിൽ വ്യത്യാസമുള്ള ശിലകളുണ്ട്, പല രൂപത്തിലുള്ളതുണ്ട്. അങ്ങനെ ശിലകളെല്ലാം ഒന്നിനൊന്ന് എന്താണ് ഡിഫറെൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവയ്ക്ക് നിയതമായ ധാതുഘടനയില്ല. ഒരു എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാതുഘടനയില്ല. ഒരു ശില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ധാതുക്കളെല്ലാം കൂടെ അടുക്കി വെച്ചതാണ് എന്ന് എവിടെയും പറയുന്നില്ല. അങ്ങനെ ഒരു ശിലയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താനും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ശിലയും എന്താണ് പല പല ധാതുക്കളാൽ അവിടെയുള്ള അതിന്റെ സറൗണ്ടിങ്സിലുള്ള പല ധാതുക്കളാലും എന്താണ് നിർമ്മിതമാണ് കേട്ടോ. ഫെൽസ്പാർ, ക്വാർട്സ് എന്നീ രണ്ട് ധാതുക്കളാണ് ശിലകളിൽ സാധാരണയായി കണ്ടുവരുന്നത്. അപ്പൊ സാധാരണയായിട്ട് കണ്ടുവരുന്ന ധാതുക്കൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഫെൽസ്പാറും അതുപോലെ തന്നെ ക്വാർട്സുമാണ്, ഓർത്തിരിക്കുക. ഇനി ശിലകളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം ഏതാണ്? എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് പെട്രോളജി എന്ന് പറയുന്നത് കേട്ടോ. പെട്രോളജിയാണ് ഇത് ശിലകളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്, അഥവാ ശിലാശാസ്ത്രമാണ്. ഇനി അത് എന്തൊക്കെയാണ് അതിനകത്ത് പഠനത്തിന് വിധേയമാക്കുന്നത്? ധാതുക്കളുടെ ഘടനാ സവിശേഷതകൾ, അതുപോലെ പരൽക്രമം എങ്ങനെയാണ്, ഘടന എങ്ങനെയാണ്, ഉത്ഭവം എവിടെ നിന്നാണ്, കാണപ്പെടുന്ന പ്രദേശമായിട്ടുള്ള അതിന്റെ സവിശേഷതകൾ, അവിടുമായിട്ട് എന്തൊക്കെയാണ് ആ കാണപ്പെടുന്ന പ്രദേശം അതിനെന്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം, അതുപോലെ രൂപമാറ്റം എന്തൊക്കെ സംഭവിച്ചിട്ടുള്ളത്, മറ്റു ശിലകളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ഇതെല്ലാം എന്തിൽ ഉൾപ്പെടും? നമ്മളെ പെട്രോളജിക്കകത്ത് ഉൾപ്പെടും. എന്തൊക്കെയാ പറഞ്ഞത്? ധാതുക്കളുടെ ഘടനാ സവിശേഷതകൾ, പരൽക്രമം, ഘടന, ഉത്ഭവം, കാണപ്പെടുന്ന പ്രദേശം, രൂപമാറ്റം, മറ്റു ശിലകളുമായിട്ടുള്ള ബന്ധമെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ഈ പെട്രോളജിയുമായി ബന്ധപ്പെട്ട് പെട്രോളജിസ്റ്റ് പഠനത്തിന് വിധേയമാക്കാറുണ്ട്. ഇനി ശിലകളെ അതിന്റെ രൂപീകരണം അനുസരിച്ച് നമ്മൾ എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. അപ്പൊ ഏതൊക്കെയാണ്? ആഗ്നേയ ശില, അവസാദ ശില, കായാന്തരിത ശില. ആഗ്നേയ ശില എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? മാഗ്മയും ലാവയും തണുത്തുറഞ്ഞുണ്ടാവുന്നതാണ് ഇത് ആഗ്നേയ ശില എന്ന് പറയുന്നത്. ഭൂമിക്കകത്തുള്ളപ്പോൾ നമ്മൾ മാഗ്മ എന്ന് പറയും, ഭൂമിയിൽ നിന്നും പുറത്തു വരുമ്പോഴത്തേക്കും അതിനെ നമ്മൾ ലാവ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മാഗ്മയും ലാവയും തണുത്തുറഞ്ഞുണ്ടാകുന്ന ശില എന്ന് പറയുന്നത് ഏതാണ്? ആഗ്നേയ ശില എന്ന് പറയുന്നത്. ഇനി അവസാദ ശിലകൾ എന്താണ്? ബാഹ്യജന്യ പ്രവർത്തനങ്ങളുടെ ഫലമായി അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്നവയാണ് ഇത് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അപ്പൊ ബാഹ്യജന്യങ്ങൾ എന്തൊക്കെയാവാം? ജന്തുക്കളാവാം, അല്ലെങ്കിൽ കാറ്റാവാം, സൂര്യപ്രകാശമാകാം, ഒഴുകുന്ന ജലമാകാം, അങ്ങനെയുള്ള ബാഹ്യമായിട്ട് എന്തിന്റെ പ്രവർത്തനം മൂലം വേണമെങ്കിലും എന്ത് ചെയ്യാം? അവസാദങ്ങൾ അടിഞ്ഞുകൂടാനായിട്ട് സാധിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഇനി കായാന്തരിത ശിലകൾ ഏതൊക്കെയാണ്? നിലവിലുള്ള ശിലയ്ക്ക് പുനഃക്രിസ്റ്റലീകരണം മൂലമായി രൂപമാറ്റം ഉണ്ടാകുന്നതാണ് ഇത് കായാന്തരിത ശില എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇരിക്കുന്ന ഒരു ശിലയെ പല രീതിയിൽ അതിന്റെ ഘടകങ്ങൾ, അതിന്റെ പരലുകൾ എന്ത് ചെയ്യുക? വീണ്ടും ക്രമീകരിച്ചു പുതുതായിട്ടുണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കായാന്തരിത ശില എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ ശിലകളും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആഗ്നേയ ശിലകൾ എന്താണ് പറയുന്നത് നോക്കാം. ഭൗമ അന്തർഭാഗത്ത് നിലവിലുള്ള ശിലാദ്രവം അഥവാ മാഗ്മ അഥവാ ലാവ എന്ന് പറയുന്നത് നിന്നുമാണ് ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നത്. അപ്പം ഭൗമാന്തർഭാഗത്ത് നിലവിലുള്ള മാഗ്മയെന്നോ ലാവയെന്നോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ആഗ്നേയ ശില രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എന്താണ് അറിയപ്പെടുന്നത്? പ്രാഥമിക ശില എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലാവ, മാഗ്മ എന്നിവയിൽ നിന്നും ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ പ്രാഥമിക ശില എന്ന് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. മാഗ്മ തണുത്ത് കട്ടിപിടിക്കുന്നതിലൂടെയാണ് ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. അപ്പൊ മാഗ്മ തണുത്ത് എന്ത് ചെയ്യാണ്? കട്ടിപിടിക്കുന്നതിലൂടെയാണ് ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. ലാറ്റിൻ ഭാഷയിൽ ഇഗ്നസ് എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ് അർത്ഥം. അതിൽ നിന്നുമാണ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്. അപ്പൊ ലാറ്റിൻ വേർഡാണ് ഇഗ്നസ് എന്നത്, ഓർത്തിരിക്കുക. ഉപരിതലത്തിലേക്കുള്ള മാർഗമധ്യേ മാഗ്മ തണുത്തുറഞ്ഞ് ഘനീഭവിക്കുമ്പോഴാണ് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആഗ്നേയ ശില എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് മാഗ്മ കറക്റ്റായിട്ട് തണുത്തുറയുമ്പോഴത്തേക്ക് ഒരു ശിലയായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആഗ്നേയ ശില എന്ന് വിളിക്കുന്നത് കേട്ടോ.
മാഗ്മ എന്ത് ചെയ്യാം, ഒന്നുകിൽ ഭൂമിക്ക് അകത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യാം, തണുത്തുറയാം, അല്ലെങ്കിൽ ഭൂമിയുടെ പുറത്ത് വെച്ച് തണുത്തുറയാം. അപ്പൊ രണ്ട് രീതിയിലുള്ള ആഗ്നേയശിലകൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് ഭൂമിക്ക് അകത്തും ഉണ്ടാവാറുണ്ട്, ഭൂമിക്ക് പുറത്തും ഉണ്ടാവാറുണ്ട്. അത് ഓർത്തിരിക്കുക കേട്ടോ. ആഗ്നേയശിലകളെ അവയിലെ തരികൾക്കുള്ള സവിശേഷതകൾ അടിസ്ഥാനമാക്കി വർഗീകരിക്കാനായിട്ട് സാധിക്കും. അപ്പം ആഗ്നേയശിലകളെ നമ്മൾ പിന്നീട് ക്ലാസിഫൈ ചെയ്യുന്നത് അതിനകത്തുള്ള തരികളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ ഓരോ രീതിയിലും എങ്ങനെയാണ് തണുത്തുറയുന്നതിനനുസരിച്ചിട്ടാണ് ഓരോരോ തരികൾ രൂപപ്പെടുന്നത്. അപ്പോൾ അത് അനുസരിച്ചിട്ടാണ് ആഗ്നേയശിലകളെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. തരികളുടെ മൊത്തം ഗുണസവിശേഷത എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്? വലിപ്പം, അതുപോലെ തന്നെ ക്രമീകരണം, പദാർത്ഥങ്ങളുടെ മറ്റു ഭൗതികമായിട്ടുള്ള അവസ്ഥകളുടെയൊക്കെ നോക്കിയിട്ടാണ് ഇത് തരികളുടെ മൊത്തത്തിലുള്ള ഗുണസവിശേഷം നമ്മൾ പറയുന്നത്. മാഗ്മ ഭൗമ അന്തർഭാഗത്ത് തന്നെ സാവധാനം തണുത്ത് ഉറയുമ്പോൾ എന്താണ്, വലിപ്പമുള്ള തരികളാണ് ശിലകളിൽ കാണപ്പെടുന്നത്. അപ്പം വലിപ്പമുള്ള തരികൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഭൗമ അന്തർഭാഗത്ത് വെച്ചിട്ട് തണുത്തുറയുമ്പോഴാണ്. കാരണം തണുക്കാൻ ഇപ്പം എന്താണ്, ഒരുപാട് സമയമെടുത്താണ് എന്ത് ചെയ്യുന്നത്, തണുക്കുന്നത്. അപ്പോൾ വലിയ വലിയ ശിലകൾ എന്ത് ചെയ്യാൻ പറ്റും, വലിയ വലിയ തരികളായിട്ടായിരിക്കും അത് രൂപപ്പെടുന്നത്. എന്നാൽ മാഗ്മ പുറത്ത് ലാവയായിട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ പുറമേ ഉള്ള അറ്റ്മോസ്ഫിയറുമായിട്ടും എല്ലാം എന്ത് ചെയ്യാണ്, കോണ്ടാക്ട് വരുവാണ്. അതുകൊണ്ട് ലാവ എന്ത് ചെയ്യും, മാഗ്മയെ അപേക്ഷിച്ച് പെട്ടെന്നായിരിക്കും തണുക്കുന്നത്. അപ്പം അവിടുത്തെ പരലുകൾ എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടി ചെറുതായിരിക്കും ഉണ്ടാവുക കേട്ടോ. പക്ഷേ ഭൗമ അന്തർഭാഗത്ത് നിന്ന് ഉപരിതലത്തിലേക്ക് എത്തുന്ന ലാവ അതിവേഗം തണുത്തുറയുമ്പോൾ നേരത്തെ തരികളുള്ള ശിലകളാണ് പുറത്തു വരുമ്പോഴത്തേക്ക് എന്താണ്, പെട്ടെന്ന് തണുത്തുറയുമ്പോൾ എന്താണ്, ഏറ്റവും ചെറുതായിട്ടുള്ള വളരെ നേർത്തതായിട്ടുള്ള തരികളുള്ള ശിലകൾ ഉണ്ടാവാം. എന്നാൽ മിതമായിട്ടുള്ള രീതിയിലാണ് തണുക്കുന്നതെന്നുണ്ടെങ്കിൽ മിതമായിട്ടുള്ള വലുപ്പത്തിലുള്ള തരികളും ഉണ്ടാവാം. അപ്പം അങ്ങനെ രീതിയിൽ പല രീതിയിലുള്ള ആ ഒരു മാഗ്മയുടെയും ലാവയുടെയും തണുത്തുറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള തരികൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആഗ്നേയശിലകൾക്ക് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? ഗ്രാനൈറ്റ്, ഗാബ്രോ, പെക്മറൈറ്റ്, ബസാൾട്ട്, അഗ്നിപർവ്വജന്യ ബ്രിച്ചിയ, അതുപോലെ ടഫ്. ഈ ടഫ്, പെക്മറൈറ്റ് ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒരു നിർഭാഗ്യവശാൽ വേറെ 1-2 പേരുകളും അതിന്റെ ഓപ്ഷൻസിലുള്ള വ്യത്യാസമൊക്കെ കാരണം ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ പറയുന്നതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ എക്സാമ്പിൾസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഗ്രാനൈറ്റ്, ഗാബ്രോ, പിഗ്മറൈറ്റ്, ബസാൾട്ട്, അഗ്നിപർവ്വതജന്യ, ബ്രിച്ചിയ, ടഫ് എന്ന് പറയുന്നതെല്ലാം എന്താണ്, ആഗ്നേയശിലകൾക്ക് എക്സാമ്പിൾസ് ആണ്. അടുത്ത നമ്മൾ പറയുന്നതാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അവസാദ ശിലകൾ എന്ന് പറയുന്നത് ഊറിക്കൂടുക അഥവാ സെറ്റ്ലി എന്ന അർത്ഥത്തിലുള്ള സെഡിമെന്റം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെഡിമെന്ററി അഥവാ അവസാദം എന്ന പദം രൂപം കൊണ്ടത്. അപ്പൊ എന്താണ് പറയുന്നത്? ഊറിക്കൂടുക അഥവാ സെറ്റ്ലിംഗ് എന്ന അർത്ഥം വരുന്ന പദമാണ് ഏത്? സെഡിമെന്റം എന്ന് പറയുന്നത്. ആ ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്ന പേര് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ശിലകൾ ഏതുമായിക്കോട്ടെ, അവസാദ ശിലയായിക്കോട്ടെ, ആഗ്നേയ ശിലയായിക്കോട്ടെ, അവസാദ ശിലയായിക്കോട്ടെ, കായാന്തരിത ശിലയായിക്കോട്ടെ, ഇവയ്ക്കെല്ലാം എന്തുണ്ട്, ബാഹ്യജാതങ്ങളുടെ ആ ഒരു ഇത് കാരണം ഇവ എന്ത് ചെയ്യും, അവസാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് അടിഞ്ഞുകൂടുകയും അങ്ങനെ ഉണ്ടാവുന്ന ശിലകളെയാണ് നമ്മൾ പിന്നീട് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അപ്പൊ അവസാദ ശിലകൾ ഏതൊക്കെ രൂപം കൊള്ളാം? ആഗ്നേയ ശിലകളിൽ നിന്നും, അവസാദ ശിലയിൽ നിന്നും, കായാന്തരിത ശിലയിൽ നിന്നും എല്ലാത്തിൽ നിന്നും എന്ത് ചെയ്യാം, രൂപം കൊള്ളാം. നമ്മൾ ഈ റോക്ക് സൈക്കിൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശിലകൾ ഭൗമോപരിതലത്തിലെ വിവിധ അപക്ഷയ അപരതന കാരകങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി പൊടിഞ്ഞ് ചെറിയ തരികളാക്കി മാറ്റപ്പെടുന്നു. ഈ ശിലാകഷ്ണങ്ങൾ വിവിധ ബാഹ്യ ശക്തികൾ വഹിച്ചു കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ഇവ തങ്ങിച്ചേർന്ന് ശിലകളായി രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അത് എന്താണ്, നിക്ഷേപിച്ച് പിന്നീട് ഒരു ശിലയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ പ്രക്രിയനെ നമ്മൾ പറയുന്ന പേരാണ് ഏത്? ദൃഢീകരണം അഥവാ ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എന്താണ്, കുഞ്ഞു കുഞ്ഞു തരികൾ അടിഞ്ഞുകൂടി കോമ്പാക്ഷൻ സംഭവിച്ചുകൊണ്ട് ഒരു വലിയ ശിലയായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് ഏത്? ദൃഢീകരണം എന്ന് പറയുന്നത്. അതിനെ എന്താണ്, ലിത്തിഫിക്കേഷൻ അഥവാ ദൃഢീകരണം അഥവാ ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കുക, സെഡിമെന്ററി റോക്സുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് ഏത്? ദൃഢീകരണം അഥവാ ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത്. മണൽക്കല്ല്, ഷെയിലെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? അവസാദ ശിലകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പല രീതിയിലായിരിക്കും ഇവരുടെ ഘടന എന്ന് പറയുന്നത്. ഓരോ ലെയേഴ്സ് ആയിട്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, അടിഞ്ഞുകൂടുന്നത്. അപ്പൊ ഓരോ ലെയറിനും പല രീതിയിലുള്ള എന്തായിരിക്കും, തിക്നെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ അത് എന്താണ്, ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വ്യത്യസ്ത കനത്തിലുള്ള പാളുകളാണ് എന്ത് ചെയ്യുന്നത്, കാണാൻ കഴിയുക ഈ പറയുന്ന അവസാദ ശിലകൾക്ക്. അതുപോലെ തന്നെ അവസാദ ശിലകളെ അവയുടെ രൂപപ്പെടുന്ന രീതിയിൽ എങ്ങനെയൊക്കെ തിരിക്കാം? 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെ? ബലകൃതമായിട്ട് രൂപപ്പെടുന്നവ, ജൈവികമായി രൂപപ്പെടുന്നവ, രാസകപരമായി രൂപപ്പെടുന്നവ. ബലകൃതമായിട്ടെന്ന് വെച്ചാൽ ഫിസിക്കലി നമ്മുടെ
ഫിസിക്കലായിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് കൊണ്ട് കാരണമായിട്ടുണ്ടാകുന്നതാണ് ബലകൃതമായിട്ട് രൂപപ്പെടുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? മണൽക്കല്ല്, കൺഗ്ലോമറൈറ്റ്, അതുപോലെ ചുണ്ണാമ്പ് കല്ല്, ഷെയില്, ലെസ് എന്ന് പറയുന്നത്. ചുണ്ണാമ്പ് കല്ല് എല്ലാത്തിലും എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഓർത്തിരിക്കുക. അപ്പൊ മണൽക്കല്ല്, കൺഗ്ലോമറൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ഷെയില്, ലെസ്. ലെസ് എന്ന് പറയുന്നത് ഏതാണ്? ബലകൃതമായിട്ട് രൂപപ്പെടുന്നതിന് എക്സാമ്പിൾ ആണ്. അടുത്തതാണ് ഏത്? ജൈവികമായി രൂപപ്പെടുന്നത്. ജൈവികമായിട്ട് രൂപപ്പെടുന്നത് എന്താണ്? നമുക്ക് ഒന്നുകിൽ എന്താ ചെയ്യാം, സസ്യങ്ങളാവാം അല്ലെങ്കിൽ ജന്തുക്കളാവാം. ഇവരുടെ കാരണങ്ങളാൽ രൂപപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ ജൈവികപരമായിട്ട് രൂപപ്പെടുന്ന അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഏതെന്ന് പറയുന്നത്? ഗീസറൈറ്റ്, അതുപോലെ തന്നെ ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, കൽക്കരി എന്നിവ. ഓർത്തിരിക്കുക എക്സാമ്പിൾസ്: ഗീസറൈറ്റ്, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, കൽക്കരി എന്നിവ കേട്ടോ. ഇനി രാസപരമായിട്ട് രൂപപ്പെടുന്നവയാണ് ഏതൊക്കെ? ചെർട്ട്, ചുണ്ണാമ്പ് കല്ല്, ഹാലൈറ്റ്, അതുപോലെ പൊട്ടാഷ്. പൊട്ടാഷൊക്കെ നമുക്ക് കിട്ടും. ചെർട്ട് ഓർത്തിരിക്കുക, ചുണ്ണാമ്പ് കല്ല് എല്ലാത്തിലും ഉണ്ടെന്നൊന്നും ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയുമാണ് അവസാദ ശിലകൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് തരംതിരിച്ച് തന്നെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് തരംതിരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത് കേട്ടോ. രൂപാന്തരം സംഭവിച്ചത് എന്നാണ് കായാന്തരിതം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് അർത്ഥം? രൂപാന്തരം സംഭവിച്ചത് എന്നാണ് അർത്ഥമാക്കുന്നത്. എന്തൊക്കെ കൊണ്ട് ഈ പറയുന്ന ശിലകൾക്ക് രൂപാന്തരം സംഭവിക്കാം? മർദ്ദം, വ്യാപ്തി, ഊഷ്മാവ് എന്നിവയൊക്കെ വ്യത്യാസപ്പെടുന്നത് മൂലമാണ് നമുക്ക് രൂപാന്തരങ്ങൾ സംഭവിക്കുന്നത്. അപ്പം ഏത് ശിലയ്ക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? രൂപാന്തരം സംഭവിക്കാം. ഇനി മെയിനായിട്ട് നമ്മൾ പറയുന്നത് ടെക്ടോണിക് പ്രക്രിയയുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഉപരിതലത്തിലെ ശിലകൾ ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് താഴ്ക്കപ്പെടുമ്പോഴാണ് ശിലകൾക്ക് കായാന്തരീകരണം സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയൊക്കെ രൂപാന്തരം സംഭവിക്കാം? ഒന്നുകിൽ മർദ്ദം, വ്യാപ്തം, ഊഷ്മാവ് ഇവയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം എന്ത് ചെയ്യാം? ശിലയ്ക്ക് എന്ത് ചെയ്യാം? രൂപമാറ്റം സംഭവിക്കാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ടെക്ടോണിക് പ്രക്രിയയുടെ ഫലമായിട്ട് ഉപരിതലത്തിലെ ശിലകൾ ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് താഴ്ത്തപ്പെടുമ്പോൾ ശിലകൾക്ക് എന്ത് സംഭവിക്കാം? കായാന്തരീകരണം അഥവാ രൂപമാറ്റം സംഭവിക്കാം. അല്ലെങ്കിൽ ഭൗമ അന്തർഭാഗത്ത് നിന്ന് മാഗ്മ പുറത്തേക്ക് വരുമ്പോൾ ഭൂവൽക്കത്തിലെ ശിലകളുമായി സമ്പർക്കത്തിലാവുമ്പോൾ ഫലമായിട്ട് എന്ത് ചെയ്യാം? അടിത്തട്ടിലെ ശിലകൾക്ക് മുകളിലേക്കുള്ള ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടും എന്ത് ചെയ്യാം? കായാന്തരീകരണം സംഭവിക്കാം. അപ്പോൾ ഒന്നുകിൽ മർദ്ദം, വ്യാപ്തം, ഊഷ്മാവ് എന്നിവയുടെ മാറ്റങ്ങൾ കാരണം ഒരു കായാന്തരികം സംഭവിക്കാം. അല്ലെങ്കിൽ ടെക്ടോണിക് പ്രക്രിയയുടെ ഫലമായിട്ട് എന്ത് ചെയ്യാം? സബ്ഡക്ഷൻ സംഭവിച്ചതിന്റെ ഫലമായിട്ടും എന്ത് ചെയ്യാം? നമുക്ക് രൂപാന്തരം സംഭവിക്കാം. അല്ലെങ്കിൽ എന്താണ്? മാഗ്മ പുറത്തോട്ട് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമുക്ക് എന്ത് ചെയ്യാം? രൂപാന്തരണം സംഭവിക്കാനുള്ള കാര്യമുണ്ട്. ശിലകളിൽ ഉൾപ്പെട്ട പദാർത്ഥങ്ങൾ പുനഃപരലീകരണത്തിന് വിധേയമാകും, അല്ലെങ്കിൽ പുനഃസംഘടനത്തിന് വിധേയമാകും. അപ്പൊ ആ പ്രക്രിയനെയാണ് നമ്മൾ എന്താ പറയുന്നത്? കായാന്തരീകരണം അഥവാ മെറ്റമോർഫിസം എന്ന് പറയുന്നത്. പുനഃപരലീകരണം എന്ന് പറഞ്ഞാൽ റീക്രിസ്റ്റലൈസേഷൻ. അതിനകത്തുള്ള ഓരോരോ പരലുകൾ എന്ത് ചെയ്യും? വീണ്ടും റീഅറേഞ്ച് ചെയ്യും. ഇപ്പൊ ഇരിക്കുന്ന ഷേപ്പ് എല്ലാം ഇങ്ങനെ ഓരോരോ ഡോട്ടുകളായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ അത് ചിലപ്പോൾ മാറിയിട്ട് ഈ ഒരു രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്ത് വരുന്നത്. അപ്പൊ അങ്ങനെ പരലുകൾ എന്ത് ചെയ്യാം? പല രീതിയിൽ റീഅറേഞ്ച് ചെയ്തു പോകാം. അല്ലെങ്കിൽ മൊത്തത്തിൽ എന്ത് ചെയ്യാം? പുനഃസംഘടന മൊത്തത്തിൽ എന്ത് ചെയ്യാം? ഒരു മൊത്തത്തിലുള്ള സാധനം മൊത്തത്തിൽ റീകൺസ്ട്രക്ട് ചെയ്ത് വരാം. അതിനെ രണ്ടിനും നമ്മൾ എന്താണ് പറയുന്നത്? മെറ്റമോർഫിസം അഥവാ കായാന്തരീകരണം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഈ മെറ്റമോർഫിസം അഥവാ കായാന്തരീകരണത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ബലതന്ത്ര കായാന്തരീകരണം അഥവാ അല്ലെങ്കിൽ താപീയ കായാന്തരീകരണം. അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ബലതന്ത്ര കായാന്തരീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് മെറ്റമോർഫിസം. താപീയ കായാന്തരീകരണം എന്ന് പറഞ്ഞാൽ തെർമൽ മെറ്റമോർഫിസം. നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെ കാരണങ്ങളാണ് കൊണ്ടത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സാരമായ രാസമാറ്റങ്ങൾ സംഭവിക്കാതെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാരമായ രാസമാറ്റങ്ങൾ സംഭവിക്കാതെ ശിലകളിൽ അടങ്ങിയിട്ടുള്ള തനത് ധാതുക്കൾ പൊട്ടിയും ഞെരുങ്ങിയും എന്താണ് പുനരേകീകരിക്കപ്പെടുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ന് പറയുന്നത് ബലതന്ത്ര കായാന്തരീകരണം എന്ന് പറയുന്നത്, ഡൈനാമിക് മെറ്റമോർഫിസം കേട്ടോ. അപ്പം ഡൈനാമിക് മെറ്റമോർഫിസത്തിൽ അത് എന്ത് പറ്റത്തില്ല? അതിനകത്തുള്ള ക്രിസ്റ്റൽസിന് എന്താ രാസപരമായിട്ടുള്ളൊരു മാറ്റം അവിടെ സംഭവിക്കുന്നില്ല. അത് ചിലപ്പോൾ എന്ത് ചെയ്യും? റീഅറേഞ്ച് ചെയ്ത് മാത്രമേ അതെന്ത് ചെയ്തിട്ടുള്ളൂ? പുതിയൊരു ശിലയായിട്ട് മാറത്തുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡൈനാമിക് മെറ്റമോർഫിസം എന്ന് പറയുന്നത്. എന്നാൽ താപീയ കായാന്തരീകരണത്തിന്റെ ഫലം എന്താണ്? രാസപരമായിട്ട് എന്തായും രൂപമാറ്റം സംഭവിക്കുന്ന ശിലകളെയാണ് നമ്മൾ താപീയ കായാന്തരീകരണം എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. രാസമാറ്റം സംഭവിക്കുന്നത് ഏതിനാണ്? താപീയ കായാന്തരീകരണത്തിനാണെന്നത് ഓർത്തിരിക്കുക. ഇനി താപീയ കായാന്തരീകരണത്തിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് സമ്പർക്ക കായാന്തരീകരണം എന്നും അതുപോലെ തന്നെ പ്രാദേശിക കായാന്തരീകരണം എന്ന് പറയുന്നത്. സമ്പർക്ക കായാന്തരീകരണം എന്ന് വെച്ചാൽ കോണ്ടാക്ട് മെറ്റമോർഫിസം. എന്താണ്? മാഗ്മയുമായിട്ട് കോണ്ടാക്ട് ഉള്ളതിനെയാണ് നമ്മൾ സമ്പർക്ക കായാന്തരീകരണം എന്ന് പറയുന്നത്. ഭൗമാന്തർഭാഗത്ത് നിന്നും വമിക്കുന്ന ചൂടുള്ള മാഗ്മയും ലാവയും അടിസ്ഥാന ശിലയുമായി സമ്പർക്കത്തിലാകുമ്പോൾ ഉയർന്ന ഊഷ്മാവിന്റെ ഫലമായി ശിലകളിലെ പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന
പരലുകളും പുനഃക്രമീകരിക്കുന്നു. അപ്പോൾ മാഗ്മയുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അതിന്റെ ചൂടും പ്രഷറും എല്ലാം കാരണം എന്താണ്, ആ ഒരു ക്രിസ്റ്റൽസ് എല്ലാം എന്ത് ചെയ്യും, വീണ്ടും റീഅറേഞ്ച് ചെയ്യപ്പെടുന്നു. അതിനെയാണ് നമ്മൾ കോണ്ടാക്ട് മെറ്റമോർഫിസം അഥവാ സമ്പർക്ക കായാന്തരീകരണം എന്ന് പറയുന്നത് കേട്ടോ. അവിടെ എന്താണ് പറ്റുന്നത്, രാസമാറ്റം സംഭവിക്കുന്നുണ്ട്, ഓർത്തിരിക്കുക. ചില അവസരങ്ങളിൽ മാഗ്മയിൽ നിന്നും ലാവയിൽ നിന്നും ഉണ്ടാകുന്ന പുതിയ ഘടകങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ശിലകളിലേക്ക് കൂടിച്ചേരാറുണ്ട്. അപ്പം ആ ഒരു ശിലയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല റീക്രിസ്റ്റലേറ്റ് വരുന്നത്, ഈ പറയുന്ന മാഗ്മയിൽ നിന്നുള്ള കുറെ ധാതുക്കളും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന ശിലകളിലേക്ക് വന്ന് പുതിയൊരു ശിലയായിട്ട് മാറാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. അപ്പം അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി പ്രാദേശിക കായാന്തരീകരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒന്നുകിൽ ടെക്ടോണിക് ചലനത്തിൻ്റെതാവാം, അല്ലെങ്കിൽ ഉയർന്ന താപത്തിന്റെയോ മർദ്ദത്തിന്റെയോ ആവാം, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യാം, ശിലകൾക്ക് എന്ത് ചെയ്യണം, റീഅറേഞ്ച്മെന്റ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, റീജിയണൽ മെറ്റമോർഫിസം അഥവാ പ്രാദേശിക കായാന്തരീകരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സമ്പർക്കമാണെങ്കിൽ മാഗ്മയുമായിട്ടുള്ള കോണ്ടാക്ട് ആണ്, റീജിയണൽ ആണെന്നുണ്ടെങ്കിൽ ടെക്ടോണിക്കിന്റെ ഫലമാണെങ്കിൽ മർദ്ദം അല്ലെങ്കിൽ താപത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ എന്താണ്, ധാതുക്കൾ പാളികളായി ക്രമീകരിക്കപ്പെടുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, അടരുകളാക്കൽ അഥവാ ഫോളിയേഷൻ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെന്ത് പറയും, രേഖീകരണം അഥവാ ലീനിയേഷൻ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ധാതുക്കൾ ഓരോരോ പാളികളായിട്ട് ക്രമീകരിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അടരുകളാക്കൽ അഥവാ രേഖീകരണം എന്ന് വിളിക്കുന്നത്. അത് രണ്ടും ഓർത്തിരിക്കുക. ചിലപ്പോഴൊക്കെ ധാതുക്കളും പലതരം പദാർത്ഥങ്ങളും വ്യത്യസ്ത കനത്തിലുള്ള പാളികൾ ഒന്നിടവിട്ട് രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പാളിയിൽ നമുക്ക് ചിലപ്പം ഒരു സമാനമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണുന്നത്, അടുത്ത പാളിയിൽ വേറെ ആയിരിക്കും വരുന്നത്. നമ്മൾ ഈ കുറച്ചും കൂടെ കട്ടിയുള്ള മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുക. ചിലപ്പോൾ അതിൻ്റെ അടുത്ത പാളിയിൽ വീണ്ടും ഈ താഴെ പറയുന്ന പാളിയുടെ സെയിം തന്നെയായിരിക്കും വരിക. അതിൻ്റെ അടുത്ത പാളി ഈ പറയുന്ന രണ്ടാമത് പറഞ്ഞില്ലേ കുറച്ചും കൂടെ കട്ടിയുള്ള പാളി, അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ലെയറായിട്ട് ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്, ബാൻഡിങ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനത്തെ ശിലകളെ അറിയപ്പെടുന്ന പേരാണ് ബാൻഡഡ് ശിലകൾ എന്ന് പറയുന്നത്. അപ്പൊ ബാൻഡിങ്, നമ്മൾ ബാൻഡ് വിഡ്ത്ത് കണ്ടിട്ടില്ലേ, ചിലത് ചെറിയ വരയായിരിക്കും, ചിലത് കുറച്ചും കൂടെ നല്ല കട്ടിയുള്ള വരയായിരിക്കും, അത് കഴിഞ്ഞ് ചിലപ്പം വീണ്ടും കുഞ്ഞു കുഞ്ഞു വരകളായിരിക്കും. അപ്പോൾ ആ പല രീതിയിലുള്ള തിക്നെസ്സിൽ വ്യത്യാസമുള്ളത്, അത് ഒരേ ഇടവേളകളിലൊക്കെ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാൻഡിങ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത് ഒന്നുകൂടി വായിക്കാം. ചിലപ്പോഴൊക്കെ ധാതുക്കളും പലതരം പദാർത്ഥങ്ങളും വ്യത്യസ്ത കനത്തിലുള്ള പാളികൾ ഒന്നിടവിട്ട് എന്ന രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നു. ഇവ ഇരുണ്ടതോ തെളിഞ്ഞതോ ആയി കാണപ്പെടുന്നു. ഇരുണ്ടതായിട്ട് കാണപ്പെടാം, അല്ലെങ്കിൽ തെളിഞ്ഞതായിട്ടും കാണപ്പെടാം. ഇങ്ങനെ കായാന്തര ശിലകളിലെ ഇത്തരം ഘടനയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാൻഡിങ് എന്ന് പറയപ്പെടുന്നത്. ഇത്തരം ശിലകളെ നമ്മൾ എന്തെന്ന് വിളിക്കും, ബാൻഡഡ് ശിലകൾ എന്ന് വിളിക്കും. അപ്പൊ കായാന്തരിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്, ബാൻഡിങ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കായാന്തരീകരണത്തിന് വിധേയമാകുന്ന ശിലകളുടെ ഇനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് അടരുകളുള്ള ശിലകൾ അഥവാ ഫോളിയേറ്റഡ് റോക്സ് എന്നും, മറ്റേത് അടരുകൾ ഇല്ലാത്ത ശിലകൾ അഥവാ നോൺ ഫോളിയേറ്റഡ് റോക്സ് എന്നും രണ്ടായിട്ടാണ് നമ്മൾ മെറ്റമോർഫിക് റോക്സിനെ തിരിക്കുന്നത്, ഫോളിയേറ്റഡും നോൺ ഫോളിയേറ്റഡും കേട്ടോ. അപ്പൊ മൊത്തത്തിൽ കായാന്തര ശിലകളെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. മെറ്റമോർഫസിന്റെ കായാന്തരീകരണത്തിന്റെ ഡിവിഷൻസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റമോർഫിക് റോക്സിന്റെ ഡിവിഷനും പറഞ്ഞിട്ടുണ്ട്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്, സംശയമൊന്നും തോന്നുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി മെറ്റമോർഫിക് റോക്സിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നൈസോയിഡ്, ഗ്രാനൈറ്റ് ഇവിടെ മെറ്റമോർഫിക് റോക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സയനൈറ്റ്, സ്ലേറ്റ്, ഷിസ്റ്റ്, മാർബിൾ കോട്ട്സൈറ്റ് എന്നിവയാണ് എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ മെറ്റമോർഫിക് റോക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് എന്തായിട്ടാണ് മാറുന്നത്, മെറ്റമോർഫിക് ഗ്നീസ് ആയിട്ടാണ് മാറുന്നത്. നീസ് എന്ന് പറയത്തില്ലേ, ആ ഒരു സാധനമാണ് എന്തായിട്ട് മാറുന്നത്, ഗ്രാനൈറ്റ് നീസ് ആയിട്ട് മാറുന്നത്. ആ നീസാണ് മെറ്റമോർഫിക് റോക്ക് ആയിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് കേട്ടോ. അപ്പം ആ ഒരു രൂപാന്തര മാറ്റങ്ങളും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ പറയുന്നത് റോക്ക് സൈക്കിൾ എന്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ റോക്ക് സൈക്കിൾ ആണ് കൊടുത്തിരിക്കുന്നത്. റോക്ക് സൈക്കിൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. റോക്ക് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ഓരോ റോക്സിൽ നിന്നും മറ്റു റോക്ക് ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, എല്ലാ റോക്സിൽ നിന്നും മറ്റു റോക്സ് ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആഗ്നേയശില ആദ്യമായിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആഗ്നേയശില എങ്ങനെയാണ് ഉണ്ടാവുന്നത്, മാഗ്മ തണുത്തുറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, ആഗ്നേയശില രൂപപ്പെടുന്നത്. ഈ ആഗ്നേയശില പിന്നെ എന്ത് ചെയ്യാം, അവസാദങ്ങൾ ഉണ്ടായിട്ട് അവസാദ ശിലയായിട്ട് മാറാം. ആഗ്നേയശില എന്തിലേക്ക് പോകാം, അവസാദ ശിലയായിട്ട് മാറാം. അല്ലാന്നുണ്ടെങ്കിൽ ആഗ്നേയശിലയ്ക്ക് എന്ത് സംഭവിക്കാം, കായാന്തരീകരണം സംഭവിച്ച് ഡയറക്റ്റ് എന്തായിട്ട് മാറാം, ആഗ്നേയശില കായാന്തരിത ശിലയായിട്ട് മാറാം. ഇല്ലെങ്കിൽ ആഗ്നേയശില എന്ത് ചെയ്യും, മാഗ്മയുമായിട്ട് കോണ്ടാക്ട് വന്നിട്ട് ആഗ്നേയശില വീണ്ടും എന്തായിട്ട് തന്നെ മാറും, ആഗ്നേയശിലയായിട്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യുക, പുതിയൊരു ആഗ്നേയശിലയായിട്ട് തന്നെ മാറാനായിട്ടും സാധിക്കും. അപ്പൊ ആഗ്നേയശില എന്തൊക്കെയായിട്ട് തന്നെ മാറുന്നുണ്ട്, അവസാദ ശിലയായിട്ട് മാറുന്നുണ്ട്, കായാന്തരിത ശിലയായിട്ട് മാറുന്നുണ്ട്, അതുപോലെ തന്നെ ആഗ്നേയശിലയായിട്ട് തന്നെ വീണ്ടും മാറുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലും ആഗ്നേയശില ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത് തന്നെ നോക്കാമേ.
ഇനി അവസാദശില പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവസാദങ്ങൾ അടിഞ്ഞുകൂടിയാണല്ലോ അവസാദശില ഉണ്ടാകുന്നത്. ഈ അവസാദശില എന്ത് ചെയ്യാം, കായാന്തരീകരണം സംഭവിച്ച് എന്തായിട്ട് മാറാം, കായാന്തരിത ശിലയായിട്ട് മാറാം. ഇല്ലെങ്കിൽ അവസാദശിലയിലെ അവസാദങ്ങൾ വീണ്ടും അടിഞ്ഞുകൂടി എന്ത് തന്നെയായിട്ട് മാറാം, അവസാദശിലയായിട്ട് തന്നെ മാറാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മാഗ്മയുമായിട്ട് കോണ്ടാക്ട് വന്നിട്ട് എന്ത് ചെയ്യാം, അവസാദശില എന്തായിട്ട് മാറാം, മാഗ്മയുമായിട്ട് കോണ്ടാക്ട് വന്ന് ആഗ്നേയ ശിലയായിട്ട് മാറാം. അപ്പൊ അവസാദശിലയും എന്താണ് 3 തരത്തിലുള്ള ശിലയായിട്ട് മാറാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് കായാന്തരിത ശിലയായിട്ട് നോക്കാം. കായാന്തരീകരണ ശില എങ്ങനെയാണ് രൂപപ്പെടുന്നത്, കായാന്തരീകരണം കാരണമാണ് രൂപപ്പെടുന്നത്. ഇവ മാഗ്മയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏത് ശിലയായിട്ട് മാറാം, ഇവ ആഗ്നേയ ശിലയായിട്ട് മാറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവയ്ക്ക് വീണ്ടും എന്താണ് കായാന്തരീകരണം സംഭവിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, വീണ്ടും ഒരു പുതിയ കായാന്തരിക ശിലയായിട്ട് മാറാനായിട്ട് സാധിക്കും. ഇവയ്ക്ക് എന്താണ് അവസാദങ്ങൾ രൂപപ്പെട്ടുകൊണ്ട് എന്ത് സംഭവിക്കാം, ഇതൊരു അവസാദ ശിലയായിട്ട് മാറാനായിട്ടും സാധിക്കും. അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഓരോ ശിലയും അവർ തന്നെ എന്ത് ചെയ്യാം, പല പല ശിലകളായിട്ട് വീണ്ടും വീണ്ടും മാറുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശിലകൾ ദീർഘകാലം ഒരുപോലെ നിലനിൽക്കുന്നില്ല, ഇവ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിൽ പഴയ ശിലകളിൽ പുതിയ ശിലകളായി മാറുന്ന തുടർച്ചയായ പ്രക്രിയയാണ് ശിലാചക്രം എന്ന് വിളിക്കുന്നത്, അഥവാ റോക്ക് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. പ്രാഥമിക ശിലകളായ ആഗ്നേയ ശിലകളിൽ നിന്നാണ് മറ്റ് ശിലകളായ കായാന്തരിത ശിലകളും അവസാദ ശിലകളും രൂപപ്പെടുന്നത്. അപ്പോൾ പാരന്റ് റോക്ക് എപ്പോഴും എന്ത് തന്നെയാണ്, ആഗ്നേയ ശിലയാണ്. ആഗ്നേയ ശിലയിൽ നിന്നുമാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ള ശിലകൾ മാഗ്മയായി കഴിഞ്ഞാൽ വീണ്ടും എന്തായിട്ട് മാറും, ആഗ്നേയ ശിലയായിട്ട് മാറുമെന്ന് ഓർത്തിരിക്കാം. നിങ്ങൾക്ക് സംശയം വരരുത്, അവസാദശില ആഗ്നേയശില ആവുമോ എന്നുള്ള കാര്യം. അവസാദശില മാഗ്മയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് നമുക്ക് ആഗ്നേയശിലയായിട്ട് മാറുന്നത്. ആ മാഗ്മയാണ് പിന്നെ ആഗ്നേയശിലയായിട്ട് മാറുന്നത് കേട്ടോ. ഇനി ആഗ്നേയശിലകളും കായാന്തരിത ശിലകളും പൊടിഞ്ഞുണ്ടാകുന്ന ശിലാകഷ്ണങ്ങൾ അടിഞ്ഞുകൂടി അവസാദ ശിലകൾ രൂപപ്പെടുന്നു. ഇനി അവസാദ ശിലകൾ സ്വമേധയോ പൊടിഞ്ഞ് കഷ്ണങ്ങളായി മാറി വീണ്ടും എന്താണ് അവസാദ ശിലകൾ രൂപപ്പെടുന്നതിന് കാരണമാകാറുണ്ട്. ഭൂവൽക്കത്തിൽ ഒരിക്കൽ രൂപപ്പെട്ട ശിലകൾ അത് ഏതുമായിക്കോട്ടെ, അത് നിമജ്ജന പ്രക്രിയയിലൂടെ മാൻഡലിനകത്തേക്ക് താണു പോകുകയും ഉയർന്ന ഊഷ്മാവാൽ ഇവ ഉരുകി മാഗ്മയായി മാറുകയും ചെയ്യുന്നു. മാഗ്മയാണ് ആഗ്നേയ ശിലകളുടെ യഥാർത്ഥ ഉറവിടം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ശിലകൾ എന്ത് ചെയ്യാം, സബ്ഡക്ഷൻ സംഭവിച്ച് വീണ്ടും മാഗ്മയിലേക്ക് പോകാം. മാഗ്മ എന്ത് ചെയ്യും, പിന്നീട് പുറത്തേക്ക് വരുമ്പോൾ അത് വീണ്ടും ഒരു ആഗ്നേയ ശിലയായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് റോക്ക് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഉള്ളത്. കറക്റ്റായിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. വളരെ എളുപ്പമാണ്. നിങ്ങൾ ആദ്യമായിട്ട് വായിക്കുമ്പോഴേ ഉള്ളൂ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. 1-2 വട്ടം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓരോ സെന്റൻസിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കുമ്പോൾ നമുക്ക് എക്സാം ഹാളിൽ കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഓരോന്നും നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.